ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലുവ തിരുവൈരാണിക്കുള ക്ഷേത്രത്തിലേക്ക് പോയ വിശേഷമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ കാണുന്ന കവാടത്തിനുള്ളിലേക്കാണ് ക്ഷേത്രത്തിലേക്ക് കയറി പോകുന്ന വഴി. കുറച്ചും കൂടി ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് അമ്പലം കാണുന്നത്. എന്തായാലും ഞങ്ങൾ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടിയാണ് വാഗമണിൽ നിന്ന് പുറപ്പെട്ടത്. നമ്മൾ ഏകദേശം ഒരു 12 മണി ഒക്കെ ആയ ഒരു ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ട്, ആലുവയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിയാണ്. അങ്ങനെ എല്ലാ ഏരിയയിലൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യല. ഒന്ന് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം, അമ്പലത്തിന് എന്തോരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വീഡിയോ എടുത്തു കഴിഞ്ഞതുപോലെ ഇടാമല്ലോ എന്ന് പെട്ടെന്ന് തോന്നിയപ്പോഴാണ് പാതി ഉറക്കത്തിലൊക്കെ എണീറ്റിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. എന്തായാലും ഇവിടെ വന്നിട്ട് ഞങ്ങൾ അകത്ത് കയറി ഒന്ന് തിരക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പോൾ ക്യൂ നിൽക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്. അത് ചെയ്യാനായിട്ട് ഞാൻ ആ നമ്പറിൽ കുറേ കോൺടാക്റ്റ് ചെയ്തെങ്കിലും എനിക്കത് കോള് കണക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നേരിട്ട് വന്ന് ക്യൂ നിന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. എന്തായാലും ഇവിടെ തിരക്കിയിട്ട് ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തു. റൂമിൽ തങ്ങിയിട്ട് ഞങ്ങൾ ഉറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ വീണ്ടും ഞങ്ങളൊരു 2:30 2:45 ആയപ്പോഴത്തേക്ക് വന്ന് ക്യൂവിൽ നിന്നു. ഇത് ശരിക്കും ഈ കടകളൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുത് ഇറങ്ങി വരുമ്പോഴുള്ള കടകളാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് കടകളുണ്ട്. ഇനി ആ തീരത്ര കടകളുണ്ട്. ടോയ് കടകളുണ്ട്. എന്താ പറയുക, ഏത് ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന തൊട്ട് വഴിയിലുള്ളത്. പിന്നെ വെളിയിലേക്ക് നോക്കി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കടകൾ. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല. പല പല കമ്മൽ കട, വളക്കട, സെപ്പറേറ്റ് ആയിട്ടുള്ള കടകളും ഒരുപാടുണ്ട്. പിന്നെ പച്ചക്കറി തൈകളുടെ കട, പച്ചക്കറി വിത്തുകളുടെ കട, ഒന്നും വേണ്ട ഒരുപാട് ഇതുണ്ട്. ഇതൊക്കെ പച്ചക്കറി തൈകൾ, പൂഞ്ചെടികൾ ഒക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്. വഴുതനങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കടകൾ വെറൈറ്റി ആയിട്ടുണ്ട്. അവരെല്ലാം വെളുപ്പിനെ തന്നെ തുറന്നിട്ട്, ഇവരൊക്കെ രാത്രിയിൽ കുറച്ച് നേരം അടച്ചിട്ടിട്ടു. ഞങ്ങൾ വന്നപ്പോൾ ഈ കടകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെളുക്കാൻ കാലമായപ്പോഴത്തേക്ക് ഇത് ശരിക്കും ഇപ്പോൾ സമയം 4:30 5 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് 4 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും തുറന്നു കേട്ടോ. 3-3:30 ആയപ്പോൾ ഈ കടകൾ ഓപ്പൺ ചെയ്തു. കുറേ ഫുള്ള് കടകളെല്ലാം അടച്ചിട്ടിരിക്കുക. എല്ലാം പിന്നെ അടച്ചിട്ടിരിക്കുന്നു. ചിലരെ തുറന്നിട്ട് അതിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങണു. ഭയങ്കര ക്ഷീണം കാരണമൊക്കെ കച്ചവടക്കാരൊക്കെ ഫുൾ ടൈം കച്ചവടം ചെയ്യുന്നതുകൊണ്ടായിരിക്കും ക്ഷീണം കൊണ്ടൊക്കെ ചില കടയുടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. എന്തായാലും ഞാനത് ഇറങ്ങി വന്നപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമാണ് കേട്ടോ. കാരണം ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് പറയാം. റൂമിൽ പോയി റൂം എടുത്തെങ്കിലും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വന്നതല്ലാതെ നമ്മൾ അവിടെ കിടന്നൊന്നുമില്ല. 1 മണിക്കൂർ റൂമിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ ക്യൂവിൽ വന്ന് നിൽക്കാൻ ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് തിരക്ക് കൂടുമെന്ന് വിചാരിച്ചു. തിരക്ക് കൂടിക്കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വെളുപ്പിനെ തൊഴുത് വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ 4:15 ആയപ്പോൾ നമ്മൾ തൊഴുതു കേട്ടോ. 4 മണിക്ക് നട തുറന്നു. 4:15 ഞങ്ങൾ തൊഴുതു. ഈ കടയൊക്കെ റോഡിൻ്റെ സൈഡിലൂടെയുള്ളതാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്ന് നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള കടയാണ്. കുറേയൊക്കെ കണ്ടില്ലേ അടച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കടയുണ്ട് കേട്ടോ. ഞാൻ പണ്ട് പോകുമ്പോൾ ഇത്രയും കടകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഓരോ വർഷം തോറും കൂടുവാന്ന് തോന്നുന്നു. ഞാനൊരു 10 വർഷം മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒക്കെ ഇത്രയും കടകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് കടകളായി. ബജ്ജിക്കടയുണ്ട്, ചായക്കടയുണ്ട്, അങ്ങനെ ടോയ് കട, ചട്ടികൾ വിൽക്കുന്ന കട. അങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ചട്ടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ മേടിക്കാൻ വേണ്ടെങ്കിൽ പോലും നമുക്കത് വാങ്ങിക്കണം, അല്ലെങ്കിൽ നോക്കണം എന്നുള്ളൊരു ചിന്ത വരുവേ. അതുപോലെയാണ് ഇവർ സ്റ്റൈലിൽ അടുക്കി പറക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് പെട്ടെന്നൊരു നിമിഷം തോന്നിയതാണ്. അപ്പം അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അവിടെ നട തുറന്നെന്ന് അറിഞ്ഞപ്പോഴേ നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത ആഗ്രഹം. എന്നും പറഞ്ഞ് എനിക്കവിടെ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോയേക്കാമെന്നായി. പെട്ടെന്ന് തന്നെ നമ്മൾ പോവുകയുണ്ടായത്. കാരണം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. ഇത് പിന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയിലിട്ടിരിക്കുന്ന ലൈറ്റാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും ഞാൻ ഇതെടുത്തില്ല. തിരിച്ച് വന്നപ്പോഴാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. ഇറങ്ങി വന്നു. പിന്നെ നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്ന് ഒരു 7:45 ആയപ്പം 5:15 ആയപ്പോൾ നമ്മൾ റൂമിൽ വന്നു. പിന്നെ ഒരു 7:45 വരെ ഞങ്ങൾ റൂമിലൊന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് 7:45 ആയപ്പോൾ വീണ്ടും കുളിച്ച് റെഡിയായി നമ്മൾ അവിടെ നിന്ന് റൂം വിട്ട് പുറത്ത് വന്ന് എയർപോർട്ടൊക്കെ ഒന്ന് പോവുക ചെയ്തത്. അവൻ എയർപോർട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാനൊക്കെ റെഡിയായി. പിന്നെ നമുക്ക്
കുറേ ആൾക്കാരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങ് ഇറങ്ങി വരുവാണ് ചെയ്തത്. ഇതൊക്കെയാണ് തിരുവൈരാണിക്കുളത്തിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോവുക, അതാണ് മനസ്സിനായിട്ട് നമുക്ക് എൻ്റെ മനസ്സിനൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. പോയില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക. പിന്നെ നമുക്ക് ഇതൊന്നും യാത്രകളൊന്നും നമുക്ക് ഇങ്ങനെ എപ്പോഴും പോകാൻ പറ്റും.